ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി സ്ഥലത്തിൻ്റെ കുറച്ച് വ്യൂസാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ എൻജോയ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണിത്. കോട്ടയം ജില്ലയിൽ തെള്ളകം കാരിത്താസ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ആ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ സ്ഥലം വരുന്നത്. ചൈതന്യ പാസ്റ്റൽ സെൻറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. ഈ പള്ളി കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു. പുഷ്പഗിരി എന്നാണ് കേട്ടോ ആ പള്ളിയുടെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുള്ളത്. അഥവാ നിങ്ങൾ ആ വഴിയൊക്കെ പോവുകയാണെങ്കിൽ ഒന്ന് നോക്ക്. ആർക്ക് വേണമെങ്കിലും അകത്ത് പ്രവേശിക്കാം. അതിനകത്ത് ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട് കേട്ടോ. കാണാനും കളിക്കാനും ഒക്കെ പറ്റിയ ഇഷ്ടംപോലെ സ്ഥലങ്ങളും നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ ഒരു ഈവനിങ്ങോ അല്ലെങ്കിൽ ഒരു ഹാഫ് ഡേ ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ അത്രയും സ്ഥലങ്ങൾ അതിനുള്ളിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഇതേപോലെ ഇഷ്ടംപോലെ ചെടികളൊക്കെ നിറച്ച് വെച്ചിട്ടുള്ള ഒരു നഴ്സറിയാണ്. രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ. നമ്മൾ നടക്കുന്നതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ഗേറ്റ് കടന്ന് കയറി വരുന്ന അവിടെ തന്നെ ആയിട്ടാണ് വരുന്നത്. രണ്ട് സൈഡിലുമായിട്ട് ഇതേപോലെ ഇഷ്ടം പോലെ ചെടികൾ, അതെല്ലാ വെറൈറ്റീസും ഉണ്ട്. അത് നമുക്ക് പബ്ലിക്കിനും വന്ന് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലാണ് അവർ ഫ്രണ്ടിൽ തന്നെ അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് നല്ല കലാവാസനയുള്ള ആരോ നമുക്കായിട്ട് ഒരു ചെറിയൊരു സ്വർഗം പണിത് വെച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതിനകത്തുള്ള എല്ലാ സംഭവങ്ങളും, ഓരോ പൊട്ടും പൊടിയും ഓരോ പുൽനാമ്പ് പോലും എത്ര ഭംഗിയായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല കലാവാസനയുള്ള, നല്ല തലയ്ക്കകത്ത് ആൾത്താമസമുള്ള ആരോ ചെയ്തിട്ടുള്ളതാണെന്നാണ്. ഇതുപോലെ പല സ്ഥലങ്ങളുണ്ടാവും കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു. ആദ്യം മുഴുവനും ചുറ്റിക്കറങ്ങി കണ്ട് നടന്നതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനൊരു ഇത് തോന്നിയത്, വീഡിയോ എടുക്കണം എന്നുള്ളത്. അതിനുശേഷം ഞാൻ റിപ്പീറ്റ് ഒന്നുകൂടി നടന്നിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. മീറ്റിങ്സും ഫങ്ഷൻസും കോൺഫറൻസും ഒക്കെ നടത്താൻ പറ്റിയ ഹാളുകളും റൂമുകളൊക്കെ അകത്തുണ്ട് കേട്ടോ. ഓരോരോ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ റോഡുകളും, ആ റോഡിൻ്റെ സൈഡുകളിലായിട്ട് ഈ ചെടികളും, അതിനോടൊപ്പം ഇതേപോലെ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ ഇതേപോലെ ശില്പങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ഇങ്ങനെ വെറുതെ നടന്ന് കാണാൻ വേണ്ടിയിട്ട് ശില്പങ്ങൾ മാത്രമല്ല ഇവിടെ ഉള്ളത്. നിരവധി ഗെയിംസ് എക്യുപ്മെൻറ്റ്സ് ഒക്കെയുള്ള ഒരു ചിൽഡ്രൻസ് പാർക്ക് കൂടി അവരിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഭൂരിഭാഗം എക്യുപ്മെൻറ്റ്സും നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ചിലതിന് മാത്രം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻട്രി ഫീസ് കൊടുക്കണം. ഇവിടം സ്വർഗമാണെന്ന് പറയണ പോലെ ഇത് ചൈതന്യയുടെ അഗ്രി ബയോ പാർക്ക് കൂടിയാണ് കേട്ടോ. ഇവിടെ മഴവെള്ള സംഭരണി, പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഓല മേഞ്ഞ പോലത്തെ ഒരു, നമുക്ക് മുകളിലൊക്കെ കയറി റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമുണ്ട്. പിന്നെ അതിനോട് ചേർന്നായിട്ട് ഒരു കിണർ കൂടിയുണ്ട്. ഈ ഒരു സ്ഥലം ഫുള്ളായിട്ട് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ ഓരോ മുക്കും മൂലയും അവർ എത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നതെന്ന്.
അദ്ദേഹം അവിടെ ഇരുന്ന് ചെയ്യുന്നത് പുതിയ ഏതോ ശില്പത്തിൻ്റെയോ അല്ലെങ്കിൽ പുതിയ എക്യുപ്മെൻറ്റ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ആവിഷ്കാരമായിരിക്കും. എന്തായാലും ഞാൻ ശല്യപ്പെടുത്താൻ പോയില്ല, വെറുതെ എന്തിനാണ് ഡിസ്റ്റർബ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട്. ഇവിടെ കളിക്കുന്ന സംഭവങ്ങൾ മാത്രമല്ല ഉള്ളത്, ഇതേപോലെ ചെറിയ ചെറിയ വാട്ടർ പൂൾസും അതിൽ വാട്ടർ ബോട്ട്സും അങ്ങനെ കളിക്കാനുള്ള വേറെയും സംവിധാനങ്ങൾ ഇവിടെ ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നൂതനമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് പുരാതനമായ സാമഗ്രികളൊക്കെ അടുക്കി വെച്ചിട്ടുള്ള ഒരു വലിയ റൂം കൂടിയുണ്ട് കേട്ടോ. ആ റൂം പക്ഷേ നമുക്ക് തുറന്ന് കാണാൻ പറ്റില്ല. ഇതേപോലെ പുറത്തു നിന്നാണെങ്കിലും കാണാവുന്ന രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റൂം ലോക്ക് ആയതുകൊണ്ട് നമ്മളിങ്ങനെ പുറത്ത് നിന്നിട്ടാണ് ഷൂട്ട് ചെയ്തത്.
പുരാതന സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ഈ ഒരു ഗുഹ ഉണ്ട് കേട്ടോ. ഈ ഗുഹയുടെ അകത്ത് അവർ പെയിൻറ്റിൻ്റെ സാധനങ്ങളൊക്കെയാണ് വെച്ചിരുന്നത്. പക്ഷേ അതിൽ കയറി ഇറങ്ങിയപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് സ്റ്റക്കായി പോയിട്ടോ അവിടെ. അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ ഗുഹ ഒന്നുകൂടെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് ആ ഗുഹയുടെ മുകളിൽ ഒത്തിരി ആൾക്കാർ ഇതേ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടത് കേട്ടോ. ഇവിടെ ചെടികളെയും മരങ്ങളെയൊക്കെ നല്ല രീതിയിൽ പരിപാലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കായ്ഫലവും ഉണ്ട്. അങ്ങനെ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ താഴെ വീണ് കിട്ടിയതാണ് കേട്ടോ എനിക്ക് ഈ കുടംപുളിയൊക്കെ. ഒരു 3-4 എണ്ണമൊക്കെ എനിക്ക് അവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടോ. അതൊക്കെ ഞാൻ പെറുക്കി എടുത്തിട്ട് ഞാൻ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ ചുറ്റിക്കറങ്ങി നമ്മൾ ആ ഗേറ്റിൻ്റെ അവിടെ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്ന് ഡെയിലി പറയണ്ടല്ലോ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യുക. ഓക്കെ, ബൈ.